Good evening, buddies. Welcome back to my channel. And in this video, we are going to discuss the activities and questions of our poem "A Friend." In the last video, we have elaborately discussed the poem "A Friend." And now, let us start our first activity. Okay. So let us look at our first activity. Activity 1. What are the qualities of a good friend? Complete the word web given below. So we all know that a good friend should have some qualities, right? And I have already listed some qualities here. Let us analyze what are the qualities that I have listed here. Okay. ഒരു നല്ല ഫ്രണ്ടിന് വേണ്ട ക്വാളിറ്റി എന്ത് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ കുറച്ച് ക്വാളിറ്റീസ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. എ ഗുഡ് ഫ്രണ്ട്, ഒരു നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയോ. ഷെയറിങ്, എന്തൊരു സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ ക്വാളിറ്റിയാണ്. സാധനങ്ങളായാലും ഒരു കാര്യമായാലും ഷെയർ ചെയ്യുന്നത് ഒരു ഫ്രണ്ടിൻ്റെ നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ഷെയറിങ് അല്ലേ. രണ്ടാമത് നോക്കിയേ, കെയറിങ് മീൻസ് എന്താണ്? ഒരാളെ കെയർ ചെയ്യുക അല്ലേ. അവരുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്സിനെയൊക്കെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. കെയർ മീൻസ് ശ്രദ്ധിക്കുക. അപ്പം മറ്റൊരു ക്യാരക്ടർ എന്താണ്? കെയറിങ്, അതായത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത നോക്കിയാൽ സപ്പോർട്ടീവ്. അടുത്തത് എന്താണ്? സപ്പോർട്ടീവ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. അത് നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നീ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറയില്ലേ, സപ്പോർട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസിൽ നമ്മൾ 3 പറഞ്ഞു. എന്തൊക്കെയാണ്? ഷെയറിങ്, കെയറിങ്, സപ്പോർട്ടീവ്. അടുത്ത് നോക്കിയേ, വെൽ വിഷർ എന്താണ്? വെൽ വിഷർ എന്ന് പറഞ്ഞാൽ നമ്മളെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളെയല്ലേ നമ്മൾ ഫ്രണ്ടായിട്ട് കണക്കാക്കുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ലൊരു ഫ്രണ്ടിന് വേണ്ട മറ്റൊരു നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് അയാളുടെ ഫ്രണ്ടിൻ്റെ നല്ലത് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ എന്താണ്? വെൽ വിഷർ. അടുത്ത് നോക്കിക്കേ, എന്താണ്? ട്രസ്റ്റ് വർത്തി അല്ലേ. ട്രസ്റ്റ് വർത്തി എന്താണ്? ട്രസ്റ്റ് വർത്തി എന്ന് വെച്ചാൽ വിശ്വസിക്കാവുന്ന ഒരാളെയാണ് നമ്മൾ ട്രസ്റ്റ് വർത്തി എന്ന് പറയുന്നത്. വിശ്വസിക്കാം, കണ്ണടച്ച് വിശ്വസിക്കാം എന്ന് പറയുന്ന ഒരാളെയാണ് ട്രസ്റ്റ് വർത്തി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നോക്കിക്കേ, ഇൻസ്പയറിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഇത് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളായിരിക്കണം നല്ലൊരു ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ഒരു നല്ല ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത്? കെയറിങ്, ഷെയറിങ്, സപ്പോർട്ടീവ്, വെൽ വിഷർ, ട്രസ്റ്റ് വർത്തി, ഇൻസ്പയറിങ്. ഓക്കെ അല്ലേ? നൗ ലുക്ക് അറ്റ് ആക്ടിവിറ്റി 2. എന്താണ് ആക്ടിവിറ്റി 2? റീഡ് ദ ലൈൻസ് ഓഫ് ദി പോം. A friend is one who stands to share your every touch of grief and care. A friend is one who stands to share every touch of grief and care. I have already discussed the meaning of the line in the previous video. Okay, the words care and share end with the same sound. അപ്പോൾ എന്താണ്? വേർഡ്സ് കെയറും ഷെയറും സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യണത്. കെയർ, എയർ, ഷെയർ, എയർ. എയർ എന്ന് പറയുന്നൊരു പ്രൊനൗൺസിയേഷൻ സൗണ്ടിലാണ് ഷെയറും കെയറും എൻഡ് ചെയ്യുന്നത്. ദേ ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. അപ്പോൾ സെയിം പ്രൊനൗൺസിയേഷനിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് വിളിക്കും. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. പോമിൽ നിന്ന് കൂടുതൽ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഐ ഹാവ് ഓൾറെഡി റിട്ടൺ ദ ആൻസർ. ഞാൻ ഓൾറെഡി ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ചോയ്സ് വോയിസ്, ഓയ്സ് എന്ന് പറയുന്നൊരു സൗണ്ടിലല്ലേ നിൽക്കുന്നത്. ഇപ്പോൾ ചോയ്സ് വോയിസ് ഒരു പേരാണ്. തേർഡ് ആൻഡ് ഫോർത്ത് ലൈനിലാണ് ചോയ്സും വോയിസും വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിക്കേ, വിം ഹിം. രണ്ടും ഇമ്മിലാണ് അവസാനിക്കുന്നത് അല്ലേ. എന്ന് പറയുന്നൊരു വോയിസിലാണ് വിമ്മും ഹിമ്മും അവസാനിപ്പിക്കുന്നത്. അത് 5th 6th ലൈനിലാണ്. അടുത്ത് നോക്കിക്കേ, സ്മോൾ ഓൾ. രണ്ടും ഓൾ എന്നൊരു ശബ്ദത്തിലാണ് എൻഡ് ചെയ്യുന്നത്. സ്മോൾ ഓൾ അല്ലേ.
അത് വരുന്നത് 7th and 8th സ്റ്റാൻഡ് ലൈനിലാണ് സ്മോൾ ആൻഡ് ഓൾ എന്ന റൈമിങ് വരുന്നത്. നോക്കിക്കേ, ടേൺ കൺസേൺ, ടേൺ കൺസേൺ, ഏൺ, ഏൺ എന്നൊരു പ്രൊനൗൺസിയേഷനാണ് ടേൺ കൺസേണിൽ വരുന്നത് അല്ലേ. ടേൺ ആൻഡ് കൺസേൺ വരുന്നത് 9th and 10th ലൈൻസിലാണ്. 9th and 10th ലൈനിലാണ് ടേൺ ആൻഡ് കൺസേൺ വരുന്നത്. നിങ്ങൾ പോം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പോമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ബി സി. അടുത്ത നോക്കിയേ, ബി സി, അത് 11th and 12th ലൈനാണ്. ബി സി, ഇ വെച്ചിട്ട് അത് എൻഡ് ചെയ്യുന്നത് അല്ലേ. ബി സി, ഇ വെച്ചിട്ടാണ്. നെക്സ്റ്റ് നോക്കിക്കേ, ടെൽ വെൽ, ടെൽ വെൽ, അത് 13th and 14th ലൈൻസ് ആണ്. 13th and 14th ലൈൻസ് ആണ് ടെൽ വെൽ വരുന്നത്. എൽ, എൽ, എൽ എന്ന് പറയുന്നൊരു പ്രൊനൗൺസിയേഷനാണ്. ലാസ്റ്റ് നോക്കിക്കേ, ഫ്രണ്ട് എൻഡ്, ഫ്രണ്ട് എൻഡ്, അത് ലാസ്റ്റ് ലൈൻസ് ആണ് 15 and 16. ഫ്രണ്ട് എൻഡ്, എൻഡ്, എൻഡ് എന്ന് പറയുന്നൊരു പ്രൊനൗൺസിയേഷനിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പോമിലുള്ള റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? ചോയ്സ്, വോയിസ്, ചോയ്സ്, വോയിസ്, വിം, ഹിം, സ്മോൾ, ഓൾ, ടേൺ കൺസേൺ, ബി സി, ടെൽ വെൽ, ഫ്രണ്ട് എൻഡ്. ഓക്കെ അല്ലേ? സോ ആക്ടിവിറ്റി 2 is also completed. And look at the third activity. Just look at the third activity. You all have friends, haven't you? Do you know the likes and dislikes of your friend? Ask your friends about their likes and dislikes and write them in the space provided. So, I have not written the answer here. You have to write it on your own. You have to talk with your friends and write their likes and dislikes here. So I will give you an example, like consider my friend. My friend is Adya. My friend Adya likes to draw. Adya likes to draw. Okay, that's a like. Now a dislike is she doesn't like to sing. Adya likes to draw, but she doesn't like to sing. She likes chicken, but she hates fish. She likes chicken, but she hates fish. So in terms of my activity, she likes to draw and does not like singing. But in terms of food, she likes chicken and does not like fish. So that's how you have to like. If I take a sport, she likes to play kabaddi. She likes to play kabaddi, but she hates cricket. She loves to play kabaddi, but she hates cricket. So this is how you have to write. You have to write down the likes of your friends and also dislikes of your friends. Okay, that is an activity for you to complete. Fine. Now let us look at the next one. Next one is question answers, or we can say in textbook exercises. Let us explore the poem. Let us explore the poem. There are 4 questions and I have already written down the answers for you. So these okay. So first question, who is your best friend? Who is your best friend? Why is your friend important to you? Who is your best friend? ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്? Why is your friend important to you? എന്തുകൊണ്ടാണ് ഫ്രണ്ട് നിങ്ങൾക്ക് എന്താണ് അത്ര ഇമ്പോർട്ടൻറ്റ്? സോ ദാറ്റ് ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ. But then also I have given you an answer of my own. You can take this answer as a base for writing your own answer. Okay. Now look at my answer. My best friend is Adya. My best friend is Adya. She is very important in my life because she has always been my greatest support and well-wisher. So എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആദ്യയാണ്. ആദ്യ എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവാനുള്ള റീസൺ മീൻസ് ത്രൂ ഔട്ട് മൈ ലൈഫ് ആദ്യ എന്ന് പറയുന്ന ആൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടും ആയിരുന്നു ആൻഡ് ഓൾവേസ് എൻ്റെ വെൽവിഷർ കൂടിയായിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ഹാവ് ടു റൈറ്റ് ഓൺ യുവർ ഓൺ. റൈറ്റ് like who is your best friend and why he or she is important to you. Fine. Now look at the second question. What do you learn about a good friend from the poem? What do you learn about the good friend from the poem? എന്താണ് പോമിൽ നിന്ന് ഒരു ഗുഡ് ഫ്രണ്ട് എങ്ങനെ ആയിരിക്കണം എന്നാണ്. ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്തായിരിക്കണം എന്നാണ് അല്ലേ ചോദ്യം. ആൻസർ നോക്കുക. ആൻസർ നോക്കിക്കേ. എ ഗുഡ് ഫ്രണ്ട്
ആൻസർ നോക്കിക്കേ. എ ഗുഡ് ഫ്രണ്ട് ഓൾവേസ് എ ഗുഡ് ഫ്രണ്ട് ഓൾ A good answer നോക്കിക്കേ. A good friend is who shares, care for us, stays by our side, always cheers for our success and prays for our well-being. ഇപ്പോൾ ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളോട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും, നമ്മളെ ശ്രദ്ധിക്കും, നമുക്കൊരു ഭയങ്കര ഒരു എന്താണ് ഒരു നല്ലൊരു ദിവസമല്ല, നമ്മൾ ഭയങ്കര ഡൗൺ ആണ്, വിഷമത്തിലിരിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഡേയ്സ് നമ്മുടെ കൂടെ തന്നെ കാണും. നമ്മുടെ ഓരോ സക്സസ്സിനും നമ്മളെ കൂടെ നിന്ന് നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരാളായിരിക്കാം, നമ്മുടെ നല്ല ഒരു സ്മൂത്ത് ലൈഫ് ഫോർവേഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കും അല്ലേ. എ ഗുഡ് ഫ്രണ്ട് ഇസ് ഹൂ ഷെയർസ്, കെയർസ് ഫോർ us, stays by our side, always cheer for our success and prays for our well-being. Okay, now look at the third question. How does a friend's presence make your life more secure? How does a friend's presence make your life more secure? Answer നോക്കിക്കേ. Friends' presence make our life more secure by their care, support and prayer like a guardian angel. ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ പ്രസൻസ് നമ്മുടെ ലൈഫ് എങ്ങനെയാണ് കുറച്ചുകൂടെ സെക്യൂർ മീൻസ് സുരക്ഷിതമാക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണെന്ന് തോന്നിക്കുക എങ്ങനെയാണ്? അവരുടെ കെയർ കൊണ്ടല്ലേ, അവരുടെ ശ്രദ്ധ കൊണ്ട്, നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് അവരുടെ സപ്പോർട്ടുള്ളത് കൊണ്ട്, ആൻഡ് അവർ നമ്മുടെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അല്ലേ. ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ. ഗാർഡിയൻ ഏഞ്ചൽ എന്ന് വെച്ചാൽ നമ്മളെ ഹാപ്പിനെസ്, നമ്മളെ കാത്തു രക്ഷിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നമ്മളെ കാത്തു രക്ഷിക്കുന്ന ഒരാൾ, ദൈവം എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും അതിനെ. ഓക്കെ, അങ്ങനെ ഗാർഡിയൻ ഏഞ്ചൽ ആ ഒരു ടേമാണ്. സോ എന്താണ് തേർഡ് ആൻസർ? Friends' presence make our life more secure by their care, support and prayer like a guardian angel. Now look at the last question. How does the poem encourages us to be good friends? How does the poem encourages us to be good friends? ഫ്രണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ എങ്ങനെയാണ് ഒരു ഗുഡ് ഫ്രണ്ട് ആയിരിക്കും എൻകറേജ് ചെയ്യുന്നത്? ലെറ്റ് us look at the answer. ആൻസർ നോക്കിക്കേ. The poem encourages us to be good friends by caring, supporting in their hard times, praying for their success and happy life. അപ്പോൾ നമ്മളൊരു നല്ല ഫ്രണ്ടാവാൻ എങ്ങനെയാണ് ഈ പോം എൻകറേജ് ചെയ്യുന്നത്? നമ്മുടെ ഫ്രണ്ട്സിനെ കെയർ ചെയ്യുക, അവർ ഭയങ്കര ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ സക്സസ്സിന് വേണ്ടി പ്രേ ചെയ്യുക അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു നല്ല ഫ്രണ്ടായിരിക്കാൻ ഈ പോം നമ്മളെ എൻകറേജ് ചെയ്യുന്നത്. Okay, so this is all for today's class and we have successfully completed the poem A Friend, including its activities, and also there is a bit more, there is one more chapter, so there is one more story, the dot and its exercises remaining for us to complete the first unit, and I will be uploading the next video soon and we'll be moving on to the next unit. So till then, tata, bye bye.